ഇന്ന് നമുക്ക് ദിൽ തോ പാഗൽ ഹേ കാണാം. ഏയ് ഹിന്ദി ഒന്നും കണ്ടാ മനസ്സിലാവില്ല. നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണാം. ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, യു ആർ ഇൻ ട്രാപ്പ്. അത് കാണാം. വാ വാ. ഹലോ ഹലോ കണ്ണപ്പ, ഞാൻ അച്യുതൻ. അയ്യോ പൈപ്പാണല്ലേ? എനിക്കറിയാം, എനിക്ക് ഈ കുട്ടിയെ നേരത്തെ അറിയാം. എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. അന്ന് വീട്ടില് പെണ്ണ് കാണാൻ ഓ കല്യാണം കഴിഞ്ഞ് 15 ദിവസമല്ലേ ഉള്ളൂ, അതിന് മുമ്പ് വിശേഷമാവോ? കോമഡിയിൽ IAS എടുത്താനവൻ. പിന്നെ ഒരു മിനിറ്റ്, എന്താ വരവിന്റെ ഉദ്ദേശം? ഗർഭിണിയാണെന്ന് അറിയാൻ. 15 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നും മിഷനോ? അതിന് നേരവും കാലമൊക്കെ എടുക്കും. പറഞ്ഞത് 1 മാസമെങ്കിലും. ശരി, സമ്മതിച്ചു. പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഊർജിതമാക്കണം. ശ്രമിക്കാം. ഒരിക്കലും ഒരു മടിയനാവരുത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു? ഇല്ല, എന്നാലും എന്റെ ഒരു ടെൻഷൻ. ഓ വല്ലാത്തൊരു ടെൻഷനാണ് നിനക്ക്. ബാബാ, എത്ര ദിവസം ലീവ് ഉണ്ട് നിനക്ക്? 1 മാസം. ഓ ഓ വീട്ടുകാർക്ക് സുഖമായിരിക്കുന്നു. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. എന്നാ ഞങ്ങൾ വരട്ടെ? ശരി പോട്ടെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ആ പരിചയം നിന്റെ അടുത്ത് എത്തിച്ചത്. ഞങ്ങള് അമേരിക്കൻ എയർപോർട്ടിൽ വെച്ച് ഒരു ദിവസം ഇങ്ങനെ. അയാൾ ഗൾഫിലാണല്ലോ. അതെ, ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി അമേരിക്കൻ എയർപോർട്ടിൽ പകച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ടെന്നാ ട്രാപ്പ് കാണാൻ പറ്റില്ല. പാപ്പോ എല്ലാരും എന്നോട് പറഞ്ഞതാ പണക്കാരെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ ഞാനെന്ത് തെറ്റാ ചെയ്തേ? ഭാര്യക്ക് സുഖാണോ? ഓ ഭാര്യ. അയ്യോ, അത് മച്ചാൻ കിട്ടിയ പെണ്ണാ. എടി മണ്ടി, എന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിൽ മാത്രമേ അവളെന്റെ ഭാര്യയായിട്ടുള്ളൂ. എല്ലാരും പറയണത് ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞു. തൽക്കാലം അങ്ങനെ പറഞ്ഞോട്ടെ. നീ വിശ്വസിക്കാതിരുന്നാ മതി. എനിക്ക് ഇതിനൊക്കെ കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ. ഇനി വൈകിക്കില്ല. അച്ഛൻ അറിയും മുമ്പ് നമ്മുടെ കല്യാണം നടത്തണം. മച്ചാനോടൊന്ന് സംസാരിക്കട്ടെ. ബാലകൃഷ്ണ, എന്തോ ആ വണ്ടി ഒന്ന് കഴുകിയിട്. ഓ മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഒന്നും പറയണ്ട, ഈ പണിയോടെ ഞാൻ ചെയ്യാം. എന്താണ് നോക്കിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കഴിയടാ. ലക്ഷ്മി ലക്ഷ്മി, അവിടെ അങ്ങോട്ട് കഴിയേ, നല്ലോണം കഴിയേ. മച്ചാനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ചെയ്യാം. ചെന്താമരയുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഈ വഴി നേരെ പോയാ പെരുവഴി എത്തും. ഈ സഹായം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു. അത് ശരി, ഇപ്പൊ കാര്യം മാറാണല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാം തുറന്നു പറയാം. അതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന്റെ അല്ല, ലക്ഷ്മിയുടെ. ഇനിയും നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യം ലക്ഷ്മിയെ തുറന്നു പറയും. മണ്ടത്തരം കാണിക്കാതെ. പിന്നെ എന്താ ചെയ്യാ? ചെയ്യാം. എടാ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച് ചെന്താമരെ ഈ വീട്ടിലോട്ട് കയറ്റണം. എങ്ങനെ? എന്റെ ഭാര്യയായിട്ട്. പിടിക്കോ? ഏയ്, ഞാൻ അത്രക്കാരനല്ല. അതല്ല അച്ഛൻ. നിന്റെ അച്ഛൻ അത്രക്ക് വൃത്തിയിട്ടാണോ? തമാശ കളിക്കരുത്. അച്ഛനെ കള്ളക്കളി കണ്ടുപിടിക്കുമെന്ന്. പിടി കൊടുക്കാൻ നോക്കാം. പിന്നെ പിടിച്ചാൽ തന്നെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരെ അംഗീകരിച്ചോളാം. ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ. മുന്നിലിരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണികൃഷ്ണൻ നല്ലവനാ. ചെന്താമരെ പൊന്നുപോലെ നോക്കിക്കൊള്ളു. ഈ കാശുകാരുമായിട്ടുള്ള ബന്ധമൊന്നും ശരിയാകത്തില്ല. ഇത്രയും കാശുള്ള ഒരു ചെക്കൻ ചെന്താമരെ കല്യാണം കഴിക്കുന്നു പറയുന്നതിന് നമുക്കൊരു വിലയില്ലേ? എന്നാലും മഹാദേവൻ മുതലാളി, പുള്ളിക്ക് ഇതെല്ലാം അറിയാവുന്നത്. ചമ്മല് കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല. എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുട്ടി അങ്ങോട്ട് എന്നാൽ അവര് സ്വീകരിച്ചോളും. എല്ലാം ചെന്താമരയുടെ ഭാഗ്യം. എന്നാലും ഒരെന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിച്ചു. മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. എങ്കിൽ ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഈ കല്യാണം അടിപൊളിയായിട്ടങ്ങ് നടത്തും. ലിസ്റ്റ് പോടാ. அந்த ஆளு சொல்லும்போது கூட சொல்றது 2. ആള് ചൊല്ലുമ്പോ കൂടെ ചൊല്ലെന്ന് വെച്ചാ? മൈക്ക് മൈക്ക്. அந்த வாழைப்பிண்டி லைட் 8. ട്യൂബ് ലൈറ്റ്. அப்புறம் அந்த மின்னா மின்னி லைட் இல்லையா, அது 2 ഡജൻ போடு. ഈ കത്തയെ അണയം ചെയ്യുന്ന സ്റ്റീരിയൽ ലൈറ്റ്. ഇതൊക്കെ ഉപയോഗിച്ചുള്ള കല്യാണം ഈ ചേരിയിൽ ആദ്യ. നീ ഭാഗ്യവാനാടാ ഉണ്ണികൃഷ്ണ. ഇവിടെ നിൽക്കുക. എടാ, ഇന്ന് നിന്റെ കല്യാണമാണ്, നമുക്ക് പോവണ്ടേ? അച്ഛന്റെ അനുഗ്രഹം വാങ്ങാതെ ഞാൻ വരില്ല. എങ്കിലൊരു കാര്യം ചെയ്യും, കുറച്ച് വെറ്റിലേയും പാക്കുവായിട്ട് എന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. അല്ല പിന്നെ കല്യാണം അച്ഛൻ അറിയണ്ട, പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ? അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും. എടാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. എങ്ങനെ? നീ ആദ്യം വാ. ചെല്ലടാ. എന്താ ഇത്? എന്തു പറ്റിയടാ? എന്താ രണ്ടുപേർക്കും ഒരു പരുങ്ങല്? അച്ഛാ, ഇന്നുവിന്റെ കല്യാണ. കല്യാണമോ? ഒന്നുമല്ലല്ലോ ഇത്രയും സ്വാതന്ത്ര്യവും
എന്റെ മകന്റെ കൂട്ടുകാരനെന്ന് അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് പറയാഞ്ഞേ? എന്നെ എന്താ ക്ഷണിക്കാഞ്ഞേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന്, അതും ചേരിയില്, അവിടെ ഒന്നും സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. നന്നായിരിക്കട്ടെ. രക്ഷപ്പെട്ടു. ഇല്ല, എത്ര ദിവസമായടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? നീ ഇതുവരെ ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? അവൾക്ക് കല്യാണത്തിന് വരണമെന്നുണ്ട്. അയ്യോ, ഇനി ഒരുങ്ങി വരുമ്പോഴേക്കും ഒരുപാട് സമയാവില്ലേ? ഞാൻ ഒരുങ്ങി തന്നെ നിൽക്കുന്നത്. എന്നാ പിന്നെ വന്നോട്ടെ അല്ലേ? ആ, എല്ലാം അറിയാലോ, അതനുസരിച്ച് പെരുമാറണം. എന്താ ഒരു രഹസ്യം? അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറയായിരുന്നു. പാ, പാ, പാ. കല്യാണം കഴിഞ്ഞ് അവളെയും കൂട്ടി നേരെ ഇങ്ങി പോന്നു. അമ്മയ്ക്കും എനിക്ക് അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. അതേതായാലും നന്നായി. ഗോമതി അമ്മേ, അവളെയും കുട്ടി അകത്തേക്ക് പോ. നന്നായി. ആഹാ, മോള് മാറ്. ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളും. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശീലാവട്ടെ. ഞാൻ ചെയ്തോളാം ചേച്ചി. വേഗം ആയിക്കോട്ടെ. ഉണ്ണിക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞ കേട്ടു. ഇവിടെ അവന്റെ കാര്യല്ലേ, ഒരു പോക്കും വരവും. എന്താ മോനെ? ഒന്നും. അമ്മ, ആ പെണ്ണെങ്ങനെയുണ്ട്? പെണ്ണോ? ഡ്രൈവറുടെ ഭാര്യ. അടുക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് വൃത്തിയും മെനയൊക്കെ ഉള്ള കൂട്ടത്തിലാ. നല്ല ഉറക്കോ? അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പൊയ്ക്കോ. ആരെയും കണ്ട? ദൈവമേ, എനിക്ക് ആകെ പേടിയാവണം. എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി. കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. എനിക്ക് തുറക്കണം. എന്താ? എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത് തോറ്റു? വന്നു തുറക്കാൻ. ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ, ഇത് എന്ത് പറ്റി? മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ. ആ, അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല. അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? ബാലകൃഷ്ണ കിടന്നു. കാര്യം ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണ അവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നുറങ്ങടാ. പോകാൻ പോരെ. ആരായിരിക്കും? ആരാന്ന് ചോദില്ലേ? ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും കൂടി ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? ആ, കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ, അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ? മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം.
അച്ഛാ ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ വൃത്തികേട് പറയില്ലേ, പറഞ്ഞ ഭാര്യ വേണമെന്ന്. കണ്ടു പൊളിച്ചു നോക്കിയപ്പോ കണ്ടു. മേലാലത്തിനും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ എല്ലാനൂരും. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട, സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട.